നമസ്കാരം. നവകേരള യാത്ര കഴിഞ്ഞ ഉടൻ തന്നെ ദേ കിടക്കുന്നു രണ്ട് മന്ത്രിമാർ രാജിയിൽ. മന്ത്രി ദേവർകോവിലും ആന്റണി രാജുവും 2.5 വർഷമാണ് അവർക്കുള്ള കാലയളവ്. പക്ഷേ 2.5 വർഷം കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞു. പുതിയ മന്ത്രിമാർ അടുത്ത 2 പേര്, ഒന്ന് KB ഗണേഷ് കുമാർ, പിന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ. 2 പേരും അവരവരുടെ മേഖലയിൽ പ്രാതിനിധ്യം തെളിയിച്ചവരുമാണ്. ഗണേഷ് കുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ചെയർമാനുമായിരുന്ന R ബാലകൃഷ്ണ പിള്ളയുടെ മകനുമാണ്. എന്നതിലുപരി ഒരു സിനിമാ നടനുമാണ്. പണ്ട് മുതലേ അപ്പന്റെ സ്വാധീനത്തിൽ സിനിമാ ലോകത്ത് തഴച്ചു വളർന്ന മകൻ. അഭിനയത്തിൽ അത്ര അഗ്രഗണ്യനൊന്നുമില്ലെങ്കിലും ചെറിയ ഒരു ഭാഗ്യം കൊണ്ട് അല്പസ്വല്പം ഗുണ്ടാ പ്രവർത്തനങ്ങളൊക്കെ പണ്ട് നടത്തിയിട്ടുള്ളത് കൊണ്ടുമൊക്കെ അങ്ങനെ നിന്ന ഒരാൾ പിന്നീട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി തന്റേതായ ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയെടുത്തു. KG ജോർജിന്റെ ഇരകൾ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് സിനിമയ്ക്ക് കടന്നു വരുന്നത്. അതിൽ കേരള കോൺഗ്രസിന്റെ ചായം തേച്ച മുഖം എടുത്ത് വർണ്ണിക്കുന്ന തരത്തിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ തരക്കേടൊന്നുമില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ അപ്പന്റെ പണത്തിലും സ്വാധീനത്തിലും തഴച്ചുളർന്ന ഒരു മകൻ. അങ്ങനെ പിന്നീട് സീരിയൽ അഭിനേതാക്കളുടെ സംഘടനാ തലവൻ എന്നൊക്കെയുള്ള വിവിധ മേഖലകളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. 2001 തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് നിന്നും മത്സരിച്ച് ജയിച്ചു. നിയമസഭാംഗമായി CPMന്റെ ശക്തി കേന്ദ്രമായിട്ട് നിന്ന് വലിയ ജനസമ്മതിയുള്ള എതിർകക്ഷിയായ പ്രകാശ് ബാബുവിനെ പരാജയപ്പെടുത്തിയായിരുന്നു ഗണേഷിന്റെ മുന്നേറ്റം. അതിനെ തുടർന്ന് ഗണേഷ് മന്ത്രിയായി. അതിന്റെ കാരണം അപ്പൻ ഇടമലയാർ കേസിൽ ശിക്ഷ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ ആയിരുന്നു ഗണേഷ് കുമാറിന്റെ മന്ത്രിയായുള്ള അവരോധം. ശിക്ഷ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ ആന്റണി മന്ത്രിസഭയിൽ എടുക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെയാണ് ഗണേഷ് കുമാർ മന്ത്രിയായത്. പിന്നെ ബാലകൃഷ്ണ പിള്ളയെ സുപ്രീം കോടതി കുറ്റമുക്തനാക്കിയപ്പോൾ തിരിച്ച് മന്ത്രിസഭയിൽ എടുക്കുകയും ഗണേഷിനെ പറഞ്ഞുവിടുകയും ചെയ്തു. അപ്പന്റെ തുടരെയുള്ള അഴിമതികൾ കാരണം ഗണേഷ് കുമാറിനായിരുന്നു ശുക്രൻ അടിച്ചത്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ആണ് ഗണേഷ് കുമാറിനെ കാണുന്നത്. 2011 ബാലകൃഷ്ണ പിള്ള സമയത്ത് തന്നെ ഒരുമാതിരിയൊക്കെ പുറത്തായി കഴിഞ്ഞ സമയം വീണ്ടും പത്തനാപുരത്ത് നിന്ന് ജയിച്ച് അന്ന് വനം വകുപ്പ് മന്ത്രിയായി ഗണേഷ് കുമാർ. തന്റെ ജോലി സത്യസന്ധമായാണ് അന്ന് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കളും ഉണ്ടായി എന്നൊക്കെയാണ് കേട്ടുകേൾവി. പിന്നീട് ഗതാഗത വകുപ്പും കിട്ടി. അതും ഒരുവിധം ഭംഗിയായി തന്നെ കൊണ്ടുപോയി. ഇപ്പോ പിണറായി സർക്കാരിന്റെ 2ാം ഘട്ടത്തിൽ വീണ്ടും മന്ത്രിയായി. ഈ ചുരുങ്ങിയ വേളയിൽ KSRTCയെ രക്ഷിക്കാൻ ഗണേഷ് കുമാറിനെ കൊണ്ടാവുമോ? നമുക്ക് ഇന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. മാത്രവുമല്ല, മറ്റൊരു പ്രധാന വിഷയം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഇത്തവണ മന്ത്രിസഭയിൽ സവർണ മുന്നേറ്റമാണ്. മറ്റ് പിന്നോക്ക ജാതിക്കാരൊന്നും തന്നെ വലുതായിട്ട് കാണുന്നില്ല, വലിയ കുറവാണ് എന്നൊക്കെയാണ് മീഡിയ വണ്ണും പത്രം ചാനലുകളും ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്ന മറ്റൊരു വിഷയം. അങ്ങനെ വരുമ്പോൾ നല്ലൊരു ഗ്രൂപ്പ് കളി ഉണ്ടായേക്കാം എന്ന് തന്നെ ഇവർ വിലയിരുത്തുന്നു. KSRTCയെ ഇപ്പോൾ തന്നെ രക്ഷിക്കാമെന്നും രക്ഷപ്പെടുമെന്നുമുള്ള ഒരു മോഹം ഗണേഷിനോ ജനങ്ങൾക്കോ ഉണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണെന്നാണ് ഇപ്പോൾ പരക്കെയുള്ള സംസാരം. ശരി തന്നെയാണ്, ഞാൻ ഇരുന്ന് ഇത്രയുമൊക്കെ ലെവലാക്കി എടുത്ത് അതിൽ ഞാൻ കൃതാർത്ഥനാണ് എന്നാണ് ആന്റണി രാജു ഇപ്പോൾ പോകാൻ നേരം പറഞ്ഞിട്ട് പോയത്. എന്നാൽ ബാക്കിയെല്ലാം ഇനി വരുന്ന ആളിന്റെ കയ്യിലാണ്. ഒരുപക്ഷെ KSRTC ഒരു വിധമെങ്കിലും നേരെ ആയാൽ ആന്റണി രാജു പറയും അത് ഞാൻ ചെയ്തു വെച്ച പ്രവൃത്തിയുടെ ഫലം, അല്ലെങ്കിൽ പറയും ഞാൻ നേരെയാക്കിയത് ഗണേഷ് കുമാറിന്റെ കൈകളിൽ കിടന്ന് ഞെരുങ്ങുന്നു എന്ന്. ഇനി എന്ത് ഞെരുങ്ങാൻ? ഞെരുങ്ങി ശമ്പളം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ KSRTC. ഇത്തവണത്തെ ഈ മന്ത്രിസ്ഥാനം ഗണേഷിന് ഒരു ബാധ്യതയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല.